കാലിഫോർണിയയുടെ തലസ്ഥാനമായ സക്രമെന്റോയിലെ ആൾപ്പാർപ്പ് കുറഞ്ഞ ഒരിടം. കനത്ത മഴയുള്ള വൈദ്യുതിയില്ലാത്ത ഒരു ദിവസം രാത്രി. ആകാശത്തു നിന്നും ഭൂമിയിലേക്ക് കെട്ടിയിട്ട തടിച്ച വടങ്ങൾ പോലെ ഇടമുറിയാതെ പെയ്യുന്ന മഴ. മഴയ്ക്കൊപ്പം കാറ്റ് വീശിക്കൊണ്ടിരുന്നു. ആലിപ്പഴങ്ങൾ പൊഴിഞ്ഞു വീണുകൊണ്ടിരുന്നു. ഇടിമിന്നൽ വേരുകളിറക്കി ആകാശത്തെ പിളർത്തി തുണ്ടുതുണ്ടാക്കി. ചാരനിറമുള്ള പൂട്ടുകട്ടകൾ പാകിയ കുറ്റിച്ചെടികൾ അതിരിടുന്ന ഇടുങ്ങിയ വഴിയിലൂടെ മഴയെ വകവയ്ക്കാതെ പൂർണ്ണ നഗ്നനായി ഒരാൾ നടന്നുകൊണ്ടിരുന്നു. നല്ല ആരോഗ്യമുള്ളൊരു മനുഷ്യൻ. അയാളുടെ ശരീരത്തിൽ രോമങ്ങളൊന്നുമില്ല. മുതുകിൽ ഇരുണ്ട നിറത്തിൽ വലിപ്പത്തിൽ എന്തോ പച്ച കുത്തിയിട്ടുണ്ട്. മഴ കാഴ്ചയെ മറയ്ക്കുന്ന ഒരു പാട പോലെ പെയ്യുന്നതിനാൽ അതെന്താണെന്ന് വ്യക്തമാകുന്നില്ല. നടക്കുന്നതിനിടയ്ക്ക് തലയ്ക്ക് മുകളിലേക്ക് കൈകൾ ഉയർത്തിക്കൊണ്ട് അയാൾ എന്തൊക്കെയോ വിളിച്ചു പറയുന്നുണ്ട്. അയാളുടെ ആ ചെയ്തികൾക്കനുസരിച്ച് കാറ്റാഞ്ഞു വീശുകയും ഇടിവെട്ടുകയും ചെയ്തുകൊണ്ടിരുന്നു. അയാളുടെ നടത്തം ചെന്ന് അവസാനിച്ചത് ഇരുണ്ട നിറമുള്ള ഒരു വീടിനു മുന്നിലാണ്. ഭ്രാന്തമായി തല ചുഴറ്റിക്കൊണ്ട് ഈയാമ്പാറ്റകളെ വിഴുങ്ങാൻ തയ്യാറെടുക്കുന്ന തീനാളത്തെ പോലെ അയാൾ ആ വീടിന്റെ മുൻവാതിലിനടുത്തേക്ക് നടന്നെത്തി. അസ്ഥികൂടങ്ങളാണവർ. നേർത്ത സ്ഥലം പോലെയുള്ള തൊലികൊണ്ട് പുതിയപ്പെട്ട എല്ലും തോലുമായ കോലങ്ങൾ. അവരുടെ തലയോട്ടിക്കുഴികളിൽ ആർദ്രത തീരെയില്ലാത്ത വരണ്ട ഗോളങ്ങൾ പോലെ ഭയത്തോടെ മിഴിച്ചു നിൽക്കുന്ന കണ്ണുകൾ. ശവക്കുഴിയിൽ നിന്നും മണ്ണ് മാറ്റി എഴുന്നേറ്റു വന്നതുപോലെ കൈകാലുകൾ താഴേക്ക് തൂക്കിയിട്ടുകൊണ്ട് സോംബികളെ പോലെ കൂനിപ്പിടിച്ച് ഒരേ നിൽപ്പാണവർ. പെട്ടെന്ന് കത്തിയുമായി ഒരാൾ അവർക്ക് മുന്നിലേക്കെത്തി. ഒരു ഭ്രാന്തൻ കശാപ്പുകാരനെ പോലെ വീര്യത്തോടെ അയാൾ ഓരോരുത്തരെയായി അറുത്തുകൊല്ലാൻ തുടങ്ങി. അവിടമാകെ രക്തം തെറിച്ച് ചുവന്നു തുടുത്തു. ശ്വാസം തൊണ്ടയിൽ കുടുങ്ങിയതുപോലെ മരണവെപ്രാളം പിടിച്ച് സോളമൻ തന്റെ കിടക്കയിൽ നിന്നും പിടഞ്ഞെണീറ്റു. അയാളുടെ ശരീരമാകെ വിയർത്ത് കുളിച്ച് കുതിർന്നിരുന്നു. ഭയപ്പെടുത്തുന്നൊരു സ്വപ്നമായിരുന്നു അത്. അവരുടെ കൂടെ ആ സ്വപ്നലോകത്ത് കുറെ നേരം പെട്ടുപോയതുപോലെ അയാൾക്ക് തോന്നി. ദേഹമാകെ മരവിച്ചതുപോലെ. അയാൾ കട്ടിലിൽ നിന്നും കുറച്ചുനേരം എണീറ്റു നിന്നു. ദാഹിച്ചു വരണ്ട തൊണ്ടയിലേക്ക് ജഗിൽ നിന്നും വെള്ളമെടുത്തൊഴിച്ചു. എന്നിട്ടും കഴുത്തിലെ കശേരുക്കളിൽ എവിടെയോ ഇറുക്കിപ്പിടിച്ച് ഒരു ദാഹം കുടുങ്ങിക്കിടക്കുന്നത് പോലെ അയാൾക്ക് തോന്നി. ആ ദാഹം പിന്നെ ഒരു നേർത്ത നീറ്റലായി അയാൾക്ക് അനുഭവപ്പെട്ടു. സോളമൻ തന്റെ കഴുത്തിലേക്ക് വിരലുകൾ ഓടിച്ചു. അവിടം നനഞ്ഞിട്ടുണ്ട്. കഴുത്തിൽ പുതുതായുണ്ടായ ഒരു ചാലിൽ നിന്നും കനത്തൊരു നീറ്റൽ സൃഷ്ടിച്ചുകൊണ്ട് ചോര പുറത്തേക്കൊഴുകി. തൊട്ടുമുന്നേ കണ്ട ആ സ്വപ്നം അത് ഒരിക്കൽ കൂടി അയാൾ കണ്ടു. ഇത്തവണ ആ മനുഷ്യരുടെ കൂട്ടത്തിൽ ഒരാളായി സോളമൻ അയാളെ തന്നെ കണ്ടു. അടുത്ത ദിവസം പകൽ. മാധ്യമപ്രവർത്തകനായ സോളമൻ കൊല്ലപ്പെട്ടിരിക്കുന്നു എന്നുള്ള ഭീതിജനകമായ വാർത്ത സക്രമെന്റോയിലാകെ ഒരു പകർച്ചവ്യാധി പോലെ പരന്നു. ബെഡ്റൂമിലെ തറയിൽ കമിഴ്ന്നു വീണ് കിടക്കുന്ന നിലയിലാണ് മൃതദേഹം ഉണ്ടായിരുന്നത്. മുറിയുടെ തറയിൽ ചോര പടർന്നിരുന്നു. ഏതോ ഒരു പ്രദേശത്തിന്റെ ഭൂപടം പോലെ മൃതദേഹത്തിന്റെ ഒരു വശത്തായി അത് കാണപ്പെട്ടു. മൂർച്ചയുള്ള ഒരു ആയുധം ഉപയോഗിച്ച് കഴുത്തറുത്തായിരുന്നു കൊലപാതകമെന്ന് പോലീസ് നിരീക്ഷിച്ചു. ഫോറൻസിക്സിൽ നിന്ന് അടക്കമുള്ള വിദഗ്ധർ സ്ഥലത്തെത്തി തെളിവുകൾക്കായി പരതി നോക്കി. പക്ഷേ ആ പരതലിൽ കൊലപാതകിയിലേക്ക് വിരൽ ചൂണ്ടുന്ന ഒന്നും കിട്ടിയില്ല. ഒന്നും. CCTV ദൃശ്യങ്ങൾ പോലുമില്ല. നടുക്കുന്ന ഒരു ശൂന്യതയിലാണ് ആ കേസിന്റെ തുടരന്വേഷണങ്ങൾ അവസാനിച്ചത്. ഏതാണ്ട് ഒരു മാസത്തിന് ശേഷമുള്ള സക്രമെന്റോയിലെ മറ്റൊരു പകൽ. ഒരാൾ കൂടി കൊല്ലപ്പെട്ടിരിക്കുന്നു. വീണ്ടും കഴുത്തറുത്തുള്ള കൊലപാതകം. എന്നാൽ ഇപ്രാവശ്യം മൃതദേഹത്തിനടുത്തായി തറയിൽ രക്തം കൊണ്ട് ഇങ്ങനെ എഴുതിയിരുന്നു: മൈക്കൽ 1511-12. ഈ ഒരൊറ്റ എഴുത്തു മാത്രം. അതല്ലാതെ അവിടെ നിന്നും ആർക്കും ഒന്നും കണ്ടെത്താനായില്ല. ഈ കേസിന്റെ അന്വേഷണ ചുമതല പോൾ എന്ന ഓഫീസർക്ക് ആയിരുന്നു. കൂർമ്മബുദ്ധിയുള്ള ഒരു 30 വയസ്സുകാരൻ. അന്നേ ദിവസം വൈകുന്നേരം പോൾ തന്റെ സഹപ്രവർത്തകർക്കൊപ്പം ഇരുന്ന് ഈ കേസിനെ കുറിച്ച് ചർച്ച ചെയ്യുകയായിരുന്നു. ഒരു ഗ്ലാസ് മദ്യത്തിലേക്ക് 2 ഐസ് ക്യൂബുകൾ പെറുക്കിയിട്ടുകൊണ്ട് അയാൾ സംസാരിച്ചു തുടങ്ങി. മൈക്കൽ 1511-12. എന്താണ് ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്? ആ അക്ഷരങ്ങളുടെ ആകൃതിയും വടിയുമൊക്കെ കണക്കിലെടുത്താൽ ഇത് എഴുതി വെച്ചത് കൊലപാതകിയാകാനേ വഴിയുള്ളൂ. ലോകത്തിന്റെ പല ഭാഗങ്ങളിലായി എഴുതപ്പെട്ടിട്ടുള്ള ഒട്ടുമിക്ക കുറ്റാന്വേഷണ കഥകളിലും കാണും ഇതുപോലൊരു ത്രെഡ്. ആ മാന്ത്രിക വടി കൊണ്ടുള്ള കേസന്വേഷണമായിരിക്കും പിന്നീട് അങ്ങോട്ട്. ഒപ്പം ട്വിസ്റ്റുകളും ടേണുകളും. ഇതിപ്പോ അത്തരം കഥകളെ ഓർമ്മിപ്പിക്കുന്നത് പോലെ ഇവിടെ ഇങ്ങനെ ഒരു സംഭവം. 1511 ലോഞ്ച് ചെയ്യപ്പെട്ട ഒരു യുദ്ധക്കപ്പലിന്റെ പേരാണ് ദ ഗ്രേറ്റ് മൈക്കൽ എന്നാണ് ഗൂഗിളിൽ തിരയുമ്പോൾ കാണുന്നത്. പോളിന്റെ സഹപ്രവർത്തകനായ മാത്യു ആണ് പിന്നീട് സംസാരിച്ചത്. പോൾ, ഇത് ചിലപ്പോൾ കേസ് വഴിതിരിച്ചുവിടാനുള്ള ഒരു കുറ്റവാളിയുടെ ശ്രമമാകാം. അല്ലെങ്കിൽ അയാൾ എന്തോ പറയാൻ ഉദ്ദേശിക്കുന്നുണ്ട് എന്ന് വേണം കരുതാൻ. ഒരുപക്ഷേ ഈ കൊലപാതകത്തിന് പിന്നിലുള്ള മോട്ടീവ് അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും കാര്യം അത് നമ്മൾ അറിയണമെന്ന് അയാൾ ആഗ്രഹിക്കുന്നുണ്ടാവണം. മാത്യു പറഞ്ഞു നിർത്തി. അല്ല മാത്യു, ഇത്തരത്തിൽ ഇതിനു മുൻപ് നടന്നിട്ടുള്ള കൊലപാതകങ്ങളുടെ ഇൻഫർമേഷൻസ് അത് കിട്ടിയോന്നെനിക്ക്. ഇപ്പോൾ അത് നമ്മളെ സംബന്ധിച്ചിടത്തോളം നിർണായകമാണ്. പോൾ ചോദിച്ചു. കിട്ടിയിട്ടുണ്ട്. ഈ രീതിയിൽ ഇവിടെ 1 മാസം മുൻപ് ഒരൊറ്റ കൊലപാതകം മാത്രമേ നടന്നിട്ടുള്ളൂ. കൊല്ലപ്പെട്ടത് മാധ്യമപ്രവർത്തകനായ സോളമൻ ആയിരുന്നു. തെളിവുകളൊന്നും ഇല്ലാതിരുന്നതിനാൽ കേസ് പെരുവഴിയിലായി. മാത്യു പറഞ്ഞു. അന്ന്
ആ കൊലപാതകം നടന്ന ഇടത്തു നിന്ന് ഇത്തരത്തിലുള്ള എന്തെങ്കിലും എഴുത്തോ മറ്റോ ആരെങ്കിലും നോട്ട് ചെയ്തിരുന്നോ? പുരികങ്ങൾ ഒരൽപ്പം ഉയർത്തിക്കൊണ്ട് പോൾ ചോദിച്ചു. ഇല്ല പോൾ, അവിടെ ഇത്തരത്തിലൊന്നും തന്നെ ആരുടെയും ശ്രദ്ധയിൽപ്പെട്ടിരുന്നില്ല. ചർച്ചകൾക്കൊടുവിൽ വൈകി വീട്ടിലെത്തി ഉറങ്ങാൻ കിടക്കുമ്പോഴും പോളിന്റെ മനസ്സിൽ ഓടിക്കൊണ്ടിരുന്നത് കേസിനെ സംബന്ധിക്കുന്ന കാര്യങ്ങളായിരുന്നു. ഉറങ്ങാൻ അയാൾക്കായില്ല. അയാൾ തന്റെ ഫോൺ എടുത്ത് ഗൂഗിളിൽ ഒന്നുകൂടി തിരഞ്ഞു. മൈക്കൽ 1511-12 ദ ഗ്രേറ്റ് മൈക്കൽ എന്ന യുദ്ധക്കപ്പലിനെ കുറിച്ചുള്ള വിവരങ്ങളാണ് അപ്പോഴും വന്നത്. സ്കോട്ട്ലൻഡ് നേവിക്ക് വേണ്ടി 16-ാം നൂറ്റാണ്ടിൽ ജെയിംസ് 4-ാമൻ രാജാവ് പണി കഴിപ്പിച്ച യുദ്ധക്കപ്പലായിരുന്നു അത്. തിരച്ചിലിനൊടുവിൽ കിട്ടിയ ചിത്രങ്ങളും ആ കപ്പലിൻ്റേത് തന്നെ. പക്ഷേ അക്കൂട്ടത്തിൽ മറ്റൊരു ചിത്രം കൂടി ഉണ്ടായിരുന്നു. അത് ഒരൊറ്റപ്പെട്ട തുരുത്തുപോലെ കപ്പലുകളുടെ ചിത്രങ്ങൾക്കിടയിൽ എടുത്തു കാണപ്പെട്ടു. 1508-12 കാലഘട്ടത്തിൽ റോമിലെ സിസ്റ്റൈൻ ചാപ്പലിന്റെ സീലിംഗിൽ വരയ്ക്കപ്പെട്ട ഒരു ചിത്രം, ദ ക്രിയേഷൻ ഓഫ് ആദം എന്നറിയപ്പെട്ട ആ ചിത്രം ഇറ്റാലിയൻ കലാകാരനായ മൈക്കൽ ആഞ്ചലോയാണ് വരച്ചത്. ഒരുപക്ഷേ മൈക്കൽ 1511-12 എന്ന എഴുത്തിൽ പരാമർശിക്കുന്ന മൈക്കൽ ആഞ്ചലോ ആണെങ്കിലോ എന്ന് പോളിന് തോന്നി. അങ്ങനെയാണെങ്കിൽ കൊലയാളി ഇതുകൊണ്ട് എന്താണ് ഉദ്ദേശിക്കുന്നത്? മാത്യു പറഞ്ഞതുപോലെ കേസ് വഴിതിരിച്ചു വിടാനുള്ള കുശാഗ്ര ബുദ്ധിക്കാരനായ കൊലയാളിയുടെ ചെയ്തികളാണെങ്കിലോ? തലയും വാലുമില്ലാത്ത ഒരു എഴുത്തിന്റെ പിറകെ പോയി വഴിതെറ്റിപ്പോകുമോ എന്നയാൾ പേടിച്ചു. വാലും തുമ്പുമില്ലാത്ത ഈ ഒരു അവസ്ഥയിൽ കേസ് മുന്നോട്ട് കൊണ്ടുപോകാൻ ഇതല്ലാതെ വേറൊരു വഴിയും തനിക്ക് മുന്നിലില്ല എന്ന് പോളിന് മനസ്സിലായി. മറ്റൊരു കൊലപാതകം കൂടി നടക്കുന്നതിന് മുന്നേ കൊലപാതകിയെ പിടികൂടിയേ തീരൂ. ഇതെല്ലാം കൂടി ആലോചിച്ചപ്പോഴേക്കും പോളിന്റെ തല ചൂള പോലെ ചൂടായി. അടുത്ത ദിവസം തന്നെ പോൾ മാത്യുവിനോട് ഇതെല്ലാം വിശദീകരിച്ചു. മാത്യു കുറച്ചധികം സമയമെടുത്ത് തന്റെ ഫോണിൽ പരതി. കാര്യമായി തന്നെ എന്തൊക്കെയോ നോക്കി. ശേഷം ക്ഷമയോടെ കാത്തിരുന്ന പോളിനോടായി ഇങ്ങനെ പറഞ്ഞു. 16-ാം നൂറ്റാണ്ടിലാണ് പോപ്പ് ജൂലിയസ് 2-ാമൻ മൈക്കലാഞ്ചലോയെ സിസ്റ്റൈൻ ചാപ്പലിന്റെ സീലിംഗിൽ ചിത്രങ്ങൾ വരയ്ക്കാനായി ക്ഷണിക്കുന്നത്. ഈ ക്ഷണം സ്വീകരിച്ച മൈക്കലാകട്ടെ 1508 മുതൽ 1512 വരെയുള്ള 4 വർഷങ്ങൾ കൊണ്ട് ചാപ്പലിന്റെ സീലിംഗിൽ ചിത്രങ്ങൾ വരച്ചു ചേർത്തു. ലൈം പ്ലാസ്റ്റർ അഥവാ ഫ്രസ്കോയിലാണ് ആ ചിത്രങ്ങൾ ആലേഖനം ചെയ്തിട്ടുള്ളത്. അതായത് ഒരു ചുണ്ണാമ്പ് അല്ലെങ്കിൽ കുമ്മായം കൊണ്ടുള്ള ബേസ്. ചിത്രങ്ങളിൽ കൂടുതലും ബൈബിളിൽ നിന്നുള്ള സന്ദർഭങ്ങളെ സൂചിപ്പിക്കുന്നവ ആയിരുന്നു. മൈക്കലാഞ്ചലോയ്ക്ക് ഹ്യൂമൻ അനാട്ടമിയെക്കുറിച്ച് നല്ല അറിവുണ്ടായിരുന്നു. പറ്റാവുന്നിടത്തോളം ശവശരീരങ്ങൾ സംഘടിപ്പിച്ച് അതൊക്കെ കീറിമുറിച്ച് ഡൈസെക്ട് ചെയ്ത് അയാൾ മനുഷ്യ ശരീരത്തെക്കുറിച്ച് ആഴത്തിൽ തന്നെ പഠിച്ചു. ഇത്തരം പഠനങ്ങൾക്ക് വേണ്ടി അദ്ദേഹത്തിന് ഒരു ഡൈസെക്ഷൻ റൂം തന്നെ ഉണ്ടായിരുന്നത്രേ. ഈ പഠനങ്ങളിലൂടെ സ്വായത്തമാക്കിയ അറിവുകളെ അയാൾ തന്റെ രചനകളിൽ വിളക്കിച്ചേർത്തു. 1512 സിസ്റ്റൈൻ ചാപ്പലിന്റെ സീലിംഗിൽ അദ്ദേഹം വരച്ച ഒരു പെയിന്റിംഗ് ആണ് സെപ്പറേഷൻ ഓഫ് ലൈറ്റ് ഫ്രം ഡാർക്ക്നെസ്. ബൈബിൾ ആസ്പദമാക്കിക്കൊണ്ട് ഇരുട്ട് അഥവാ തിന്മയിൽ നിന്നും വെളിച്ചം അഥവാ നന്മയെ വേർതിരിച്ചെടുക്കുന്ന ദൈവത്തെയാണ് ഈ ഫ്രസ്കോയിൽ കാണാനാവുക. വളരെ കൗതുകരമായ ഒരു കാര്യം എന്തെന്നാൽ ഇതിൽ ദൈവത്തിന്റെ തൊണ്ടയുടെ ഭാഗങ്ങൾ ചെറിയ തോതിൽ ഗോയിറ്റർ ഉള്ളതുപോലെ സ്വല്പം വിശദമായി തന്നെ വരച്ചിട്ടുണ്ട് അദ്ദേഹം. പിന്നെ നമ്മളിപ്പോൾ ചർച്ച ചെയ്തുകൊണ്ടിരുന്ന ദ ക്രിയേഷൻ ഓഫ് ആദം എന്ന പെയിന്റിംഗിൽ മനുഷ്യന്റെ തലച്ചോറിനെയാണ് ഉൾക്കൊള്ളിച്ചിട്ടുള്ളത്. ദാ ഈ ഭാഗം. പിന്നെ പോൾ, എനിക്ക് തോന്നുന്ന മറ്റൊരു കാര്യമുണ്ട്. അതിൽ കഴമ്പുണ്ടെന്ന് തോന്നിയാൽ മാത്രം മുഖവിലക്കെടുത്താൽ മതി. എന്താണ് മാത്യു? പറയൂ. ക്രൈം സീനിൽ കൊലപാതകി എഴുതിയിരിക്കുന്നത് മൈക്കൽ 1511-12 എന്നാണ്. 1511 വരയ്ക്കാൻ ആരംഭിച്ച് 1512 വരച്ചു പൂർത്തീകരിച്ച മൈക്കലാഞ്ചലോയുടെ ഏതെങ്കിലും ഒരു പെയിന്റിങ്ങിനെ കുറിച്ചാണ് അയാൾ പറയാൻ ഉദ്ദേശിക്കുന്നതെങ്കിലോ? ദ ക്രിയേഷൻ ഓഫ് ആദം എന്ന പെയിന്റിംഗ് വരച്ചു തുടങ്ങിയത് 1508-ലാണ്. സിസ്റ്റൈൻ ചാപ്പലിന്റെ സീലിംഗിൽ തന്നെ 1511 വരച്ചു തുടങ്ങി 1512 വരച്ചു തീർത്ത മൈക്കലാഞ്ചലോയുടെ ഒരു പെയിന്റിംഗ് ഉണ്ട്. അതേതാണ് മാത്യു? പോൾ ചോദിച്ചു. ദ സെപ്പറേഷൻ ഓഫ് ദ എർത്ത് ഫ്രം വാട്ടേഴ്സ് എന്ന പെയിന്റിംഗ് ആണത്. ഇതാണ് ആ പെയിന്റിംഗ്. തന്റെ മൊബൈലിലുള്ള പെയിന്റിംഗ് പോളിന് നേരെ നീട്ടിക്കൊണ്ട് മാത്യു പറഞ്ഞു. 1511 സിസ്റ്റൈൻ ചാപ്പലിന്റെ സീലിംഗിൽ മൈക്കലാഞ്ചലോ വരച്ചുവെച്ച ദൈവം എങ്ങനെയാണ് ഭൂമിയെ സൃഷ്ടിച്ചത് എന്ന് വിശദീകരിക്കുന്ന ബൈബിൾ ആധാരമാക്കിയിട്ടുള്ള ഈ ചിത്രത്തിൽ സമൃദ്ധമായി ഒരു കിഡ്നി വരച്ചു ചേർത്തിരിക്കുന്നത് കാണാം. സി. പോൾ ആ പെയിന്റിംഗിലേക്ക് കൗതുകത്തോടെ നോക്കി. ശേഷം മാത്യുവിനോടായി ഇങ്ങനെ പറഞ്ഞു. ഈ കൊലപാതകി ഒരു കിറുക്കനാണ്. സ്വയം ഇരിക്കുന്ന കൊമ്പ് മുറിക്കുന്ന പ്രവൃത്തിയല്ലേ ഇത്? അല്ലെങ്കിൽ അയാൾ ഈ എഴുത്തുകൾ കൊണ്ടൊക്കെ എന്തോ പറയാൻ ഉദ്ദേശിക്കുന്നുണ്ട്. ഈ പെയിന്റിങ്ങിൽ നിന്ന് നമ്മൾ എന്താണ് മനസ്സിലാക്കേണ്ടത്? എനിക്ക് പിടികിട്ടുന്നില്ല. ഇത്തരം പെയിന്റിങ്ങുകൾക്കൊക്കെ 100 കണക്കിന് വ്യാഖ്യാനങ്ങൾ ഉണ്ടാകും. അതൊക്കെ അന്വേഷിച്ചു പോവാൻ നമ്മൾ ചരിത്ര ഗവേഷകരൊന്നും അല്ലല്ലോ. പക്ഷേ നമുക്ക് ഈ വഴിയിലൂടെയൊക്കെ പോയേ പറ്റൂ. പോൾ പറഞ്ഞു നിർത്തി. മാത്യു പോളിനെ നോക്കിക്കൊണ്ട് വാക്കുകൾ വറ്റി വരണ്ടതുപോലെ നിശബ്ദനായി നിന്നു.